ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് വെറും 3 ചേരുവകൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്നും അനക്കാതെ വെക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് ചെറുതായിട്ട് മെൽട്ടായിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് നല്ലപോലെ അലിയിച്ചെടുക്കുകയാണ് വേണ്ടത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് കാരമലൈസ് ചെയ്തെടുക്കേണ്ടത്. കാരമലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ തന്നെ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പലഹാരം മുഴുവൻ ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഞാനിവിടെ ഇത് കാരമലൈസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ആ ഒരു ലെയർ പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചുറ്റിച്ചെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഈ ഒരു പാലും പഞ്ചസാരയും നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പാല് ഇളം ചൂടായിട്ടുള്ള പാലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പഞ്ചസാര പെട്ടെന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഞാനിപ്പോൾ പഞ്ചസാര നല്ല പോലെ തന്നെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. 2 മുട്ടയാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. വളരെ ചെറിയ മുട്ടയാണെങ്കിൽ മാത്രം 3 ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഏലക്ക പൊടി ചേർത്താലും മതിയാകും. ഇനി ഈ ഒരു മുട്ട ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. ഒരുപാട് മുട്ടയിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പലഹാരം നിറച്ചും ബബിൾസ് ആയിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. മുട്ട നമ്മൾ ഒരുപാട് ബീറ്റ് ചെയ്തെടുക്കാത്തത് കൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടകളായിട്ടുണ്ടാകും. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഒന്ന് അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രം ഉപയോഗിച്ചോ ഒന്ന് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റീമർ നേരത്തെ തന്നെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 25 മുതൽ 35 മിനിറ്റ് നേരത്തേക്കാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. എനിക്കിപ്പോൾ ഇത് 30 മിനിറ്റ് ആകുമ്പോഴേക്കാണ് റെഡിയായി കിട്ടിയത്. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് കുത്തി നോക്കുക. നീറ്റായിട്ട് കിട്ടുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറി വന്നതിന് ശേഷം ഞാനിതൊരു 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിലും കൂടെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മിനിമം 2 മണിക്കൂർ വയ്ക്കാം. അതിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അരികുകളൊക്കെ ഒന്ന് കത്തി ഉപയോഗിച്ച് നമുക്കിതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം ഇത് ഏത് പാത്രത്തിലേക്കാണോ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രം വെച്ചിട്ട് നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന കാരമൽ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലും മുട്ടയും കുറച്ച് പഞ്ചസാരയും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പുഡിംഗ് ഉണ്ടാകുക. ഇത് മിക്കവാറും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാകും. ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാതെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പുഡിംഗ് ഇരിക്കുക. ശരിക്കും പറഞ്ഞാൽ വായിലിട്ട അലിഞ്ഞു പോകുന്ന ആ ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാകുക. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.